ചെങ്കടലിലെ ഹൂതി ആക്രമണങ്ങൾ സൂയസ് കനാലിലെ ഷിപ്പിംഗിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കുകയാണ് എങ്കിൽ 192 കിലോമീറ്റർ ദൈർഘ്യമുള്ള സൂയസ് കനാൽ ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള ഏറ്റവും വേഗതയേറിയ കടൽ പാതയാണ്. കൺസൾട്ടൻസി എനർജി ആസ്പെക്ട്സ് പറഞ്ഞത് എന്തെന്നാൽ 2023 ആദ്യ പകുതിയിൽ പ്രതിദിനം 9.2 ദശലക്ഷം ബാരൽ എണ്ണ കനാലിലൂടെ ഒഴുകിയിട്ടുണ്ട്. ഇത് ആഗോള ആവശ്യത്തിന്റെ 9% പ്രതിനിധീകരിക്കുന്നുവെന്ന് യുഎസ് എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ വോർടെക്സ് ഡാറ്റ ഉദ്ധരിച്ച് പറയുന്നത്. ആഗോള LNG ഇറക്കുമതിയുടെ 4% ഇതുവരെ ഏകദേശം 391 ദശലക്ഷം മെട്രിക് ടൺ കണക്കാക്കുന്നു. ഇസ്രയേലും ഹമാസും യുദ്ധം ചെയ്യുമ്പോൾ ഫലസ്തീനികളെ പിന്തുണയ്ക്കുക എന്നതാണ് ആക്രമണത്തിന്റെ ലക്ഷ്യമെന്ന് ഇറാൻ അനുഭാവമുള്ള ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. ചെങ്കടലിന്റെ തെക്കേ അറ്റത്ത് വാണിജ്യ കപ്പലുകൾക്ക് നേരെയാണ് യമനിലെ ഹൂത്തി ഗ്രൂപ്പിന്റെ ആക്രമണം. ഈ കാരണത്താൽ കടന്നുപോകുന്ന ഈ പാത ഒഴിവാക്കിക്കൊണ്ട് കപ്പലുകൾ വഴിതിരിച്ചുവിടാൻ നിരവധി ഷിപ്പിംഗ് കമ്പനികളെ പ്രേരിപ്പിക്കുകയും ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണ് എങ്കിൽ റീറൂട്ടിംഗ്, യാത്രാ ചെലവും സമയവും കൂട്ടിച്ചേർത്താണ് എണ്ണവിലയും യുദ്ധ അപകട ഇൻഷുറൻസ് പ്രീമിയവും വർദ്ധിച്ചിട്ടുള്ളത്.